ത്രിയേക ദൈവത്തിൻ്റെ വലിയ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ വലിയ നോമ്പിൻ്റെ നല്ല നാളുകൾ കൂടിയാണല്ലോ നാം കടന്നു പോകുന്നത്. ഇന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വലിയ നോമ്പിലെ തിങ്കളാഴ്ച സൂത്താറ നമസ്കാരത്തിലെ ഒരു ഗാനത്തെക്കുറിച്ചാണ്. എൻ പേർക്കായി നാഥ നിൻ കാരുണ്യത്താൽ വാതിൽ തുറക്കണം, പാപിനിയാൾക്കെന്നോണം ഞാൻ അർപ്പിച്ചിടും കണ്ണീർ കൈക്കൊണ്ടിട്ട് എന്ന് പറയുന്ന ഒരു ഗീതം അല്ലെങ്കിൽ ഗാനത്തെക്കുറിച്ചാണ് എന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഓപ്പൺ ടു മീ ദ ഡോർ ഓഫ് മേഴ്സി എന്നുള്ളതാണ് ആ ഗാനത്തിൻ്റെ അന്തസത്ത. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന മാത്രം നമ്മുടെ ഹൃദയത്തിൽ ഉയരണം. ലോർഡ്, ഓപ്പൺ ടു മീ ദ ഡോർ ഓഫ് യുവർ മേഴ്സി ആസ് യു ഓപ്പൺ ഇറ്റ് ഫോർ ദ സിൻഫുൾ വുമൺ. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പാപത്തിൽ പിടിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയെ കുറ്റാരോപണത്തിൻ്റെയും നാണത്തിൻ്റെയും നടുക്കിൽ അവൾ നിൽക്കുമ്പോൾ എല്ലാവരും അവളെ ശിക്ഷിക്കുവാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോൾ, പക്ഷേ യേശു അവളെ കുറ്റം കാണാതെ അവളെ തള്ളിക്കളയാതെ അവളെ ചേർത്ത് നിർത്തുന്നു. കരുണയുടെ വാതിൽ എന്നത് ദൈവത്തിൻ്റെ ക്ഷമയിലേക്കുള്ള ഒരു ആത്മീയ പ്രവേശനമാണ്. ദീസ് പ്രയർ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഗോഡ്സ് മെഴ്സി. പശ്ചാത്താപമുള്ള ഹൃദയത്തിനായിട്ട് ആ വാതിൽ, ദൈവത്തിൻ്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കുന്നു. പ്രിയരെ, നമ്മൾ ആരും പൂർണ്ണന്മാരല്ലല്ലോ. നമുക്ക് പല വീഴ്ചകളും പിഴവുകളും ഉണ്ടായിട്ടുണ്ടല്ലോ. അത് ദൈവത്തിനറിയാതെയും അല്ല, പക്ഷേ ദൈവം അതെല്ലാം കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. റിസീവ് ഓൾ മൈ ടിയേഴ്സ് വിച്ച് ഐ ഓഫർ യു ആൻഡ് ഗ്രാൻഡ് ടു മീ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. ഇവിടെ കണ്ണീർ വെറും വികാരമല്ല, കണ്ണീർ റിപ്പൻറ്റൻസ് ആണ്. ദൈവത്തിലേക്ക് തിരിയുന്ന ഹൃദയത്തിൻ്റെ അടയാളമാണ്. ദിസ് ഈസ് ദ ട്രൂ മെറ്റോനിയ, എ ചേഞ്ച് ഓഫ് ഹാർട്ട്, എ റിട്ടേൺ ടു ഗോഡ്. ദൈവം നമ്മെ ക്ഷമിക്കുമ്പോൾ അത് വെറും നിയമപരമായൊരു പാഠനല്ല, അത് ആത്മാവിൻ്റെ സൗഖ്യമാണ്. ദൈവവുമായി വീണ്ടും ഒരു കമ്മ്യൂണിയൻ നേടലാണ്, വീണ്ടും ഒരു ഒന്നിച്ചു ചേരലാണ് നാം അവിടെ നേടിയെടുക്കുന്നത്. അതിനാൽ നാം പറയുന്നത്, ഓ ലിവിങ് വാട്ടർ, ഐ വിൽ റിസീവ് യു സോ ദാറ്റ് ഐ വിൽ നോട്ട് സീക്ക് വാട്ടർ ഫ്രം അബ്രഹാം. യേശു തന്നെയാണ് ലിവിങ് വാട്ടർ. അവൻ മാത്രം ആത്മാവിൻ്റെ ദാഹം തീർക്കുന്നു. ലൗകികമായതോ താൽക്കാലികമായതോ ഒന്നും തന്നെ നമ്മുടെ ദാഹം തീർക്കാൻ കഴിയുന്നില്ല. ധനവാനും ലാസറും എന്നൊരു ഉപമയെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ ലോകത്തെല്ലാം ഉണ്ടായിരുന്നിട്ടും ധനവാൻ മരണത്തിന് ശേഷം ഒരു തുള്ളി ജലത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥ നിത്യജീവനും പാപപരിഹാരവും ഇപ്പോൾ ഈ ജീവിതത്തിൽ തന്നെ ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ദിസ് ഈസ് എ സീരിയസ് വാർണിംഗ്. മരണത്തിന് ശേഷമല്ല, മനുഷ്യ ആശ്രയങ്ങളുടെയല്ല. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, നൗ ഈസ് ദ ടൈം ഓഫ് മേഴ്സി, നൗ ഈസ് ദ ടൈം ഓഫ് ടേൺ ടു ക്രൈ. നമുക്ക് ഹൃദയം തുറന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ലോർഡ്, ഓപ്പൺ ടു us the door of mercy, receive our tears, fill us with your living water and heal our souls, renew our lives today. Amen.